മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്കും ഇസ്രായേലിന് തുടർച്ചയായ ആക്രമണങ്ങൾക്കും ഇറാൻ നൽകിയ മിസൈൽ പ്രത്യാക്രമണം ഇസ്രായേലിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേരിട്ട ഈ പ്രത്യാക്രമണത്തിന് ശേഷം ഇസ്രായേൽ ദേശീയ തലത്തിൽ ദുരന്ത നിവാരണ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട ഗതികേടിലാണ്. ഈ നാശനഷ്ടങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ ഇസ്രായേലിന് വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരൊറ്റ പ്രത്യാക്രമണത്തിലൂടെ ഇറാന്റെ സൈനിക ശേഷി ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാൻ ഇറാൻ ശ്രമിച്ചപ്പോൾ തന്നെ തകർന്നു തരിപ്പണമായ ഇസ്രായേലിന്റെ പൊള്ളയായ സൈനിക അവകാശവാദങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2025 ഏപ്രിലാണ് ഇസ്രായേലിന്റെ വർഷങ്ങളായി തുടരുന്ന ആക്രമണങ്ങളിൽ സഹികെട്ട് ഇറാൻ പ്രതികരിക്കാൻ തുടങ്ങിയത്. മധ്യേഷ്യയിൽ ഇസ്രായേൽ പതിവായി നടത്തുന്ന മിസൈൽ ആക്രമണങ്ങൾക്കും ഡ്രോൺ ഉപയോഗിച്ചുള്ള കടന്നാക്രമണങ്ങൾക്കും ഒരു മറുപടിയായിരുന്നു ഇത്. തുടർന്ന് ജൂണിൽ അപ്രതീക്ഷിതമായി ഇറാന്റെ ആണവ സൈനിക മേഖലകളിലേക്ക് ഇസ്രായേൽ അഴിച്ചുവിട്ട വലിയ ആക്രമണങ്ങളാണ് പുതിയൊരു യുദ്ധസമാനമായ സാഹചര്യത്തിന് വഴിവെച്ചത്. ഈ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തുടർച്ചയായ 12 ദിവസം നീണ്ടുനിന്ന മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇറാൻ ശക്തമായ പ്രത്യാക്രമണം നടത്തിയത്. ഇവയാണ് ഇസ്രായേലിൽ കടുത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമായത്. പാലസ്തീനിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നതിനിടയിലാണ് ഇറാന്റെ ഈ പ്രതികരണം ഉണ്ടായത്.